അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലുള്ള ഇറക്കാട്ടോ ഭയങ്കര കുത്തനുള്ള ഇറക്കാണ്. ഇതൊക്കെ ഒരു രസമാണ്. ഇതൊക്കെ നമുക്ക് നടന്നാൽ തന്നെ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 6 പേര് നമ്മളെ ഫ്രണ്ട്സുകളുണ്ട്, ചങ്കുകളൊക്കെ ഉണ്ട്. ഞാൻ നല്ലൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇത് അടിപൊളി, വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ആ ഫുള്ളായിട്ട് കാണിക്കും. നല്ല ഭംഗിയുള്ള എന്താണ് ക്ഷേത്രത്തിന്റെ പേര്? പാൽക്കുളം, കോവളം ആവാട് തുറ ഈ പാൽക്കുളം ഇവ തമ്പുരാൻ ക്ഷേത്രം. ഇതിന്റെ ദൂരത്തിനുള്ള ദൃശ്യമാണ് മനോഹരമായിട്ടുള്ളത്. ഇത് നമ്മളിവിടെ വരുമ്പോ ഇതിന്റെ ഒരു മനോഹരത കിട്ടുള്ളൂ. എന്നാലും നല്ല വളരെ മനോഹരമായിട്ട് നമ്മളിവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ നല്ലൊരു ഗേറ്റിലൂടെ, ആ ഗേറ്റിലൂടെ കറക്റ്റ് നമ്മൾ അത് ബോട്ടൊക്കെ പോകുന്നുണ്ട്. അത് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മളെ സ്വീകരിക്കാൻ തന്നെ നല്ലൊരു കണ്ടോ, നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ കാണിച്ചത്. നല്ലൊരു ഫ്രെയിമിലൂടെ നമ്മൾ ഈ കോവളം ബീച്ച്, കോവളത്തിന്റെ കടല് മനോഹരമായിട്ട് കാണുന്നു. അങ്ങനെ കോവളം ബീച്ചിലേക്ക് എത്തി. നിങ്ങൾ ഇവിടുത്തെ ദൃശ്യം നമ്മളെ കോവളം ബീച്ചാണ് കാണുന്നത്. ബീച്ചിന്റെ ഒരു ഭാഗം നമ്മളത് അങ്ങനെ കോവളം ബീച്ചിന്റെ മനോഹരമായ തീരത്താണ് ഞങ്ങള് 6 പേരുള്ളത്. നമ്മളെ കുഞ്ഞാപ്പൂ, കുഞ്ഞുമൈദീന്, കുഞ്ഞിപ്പോക്കര്, കുഞ്ഞാപ്പൂടെ മലപ്പുറം കുഞ്ഞാപ്പൂടെ. ഇതാണ് കോവളം ബീച്ച്. ഞങ്ങൾക്ക് പോകണേ വിഴിഞ്ഞം തുറമുഖം പോകേണ്ടി. അവിടെ എല്ലാ ഉസ്താന്മാരെ കാണാൻ പോയിട്ടുണ്ട്. അവിടെ ഞാനും പോയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം കിട്ടില്ലെങ്കിൽ എന്റെ തുറമുഖല്ലേ, കപ്പലൊക്കെ വരുന്ന സ്ഥലല്ലേ, കപ്പലാക്കണം. അത് കപ്പൽ വൈകുന്നേരം വരണം. ചെറുപ്പാക്കണേ. 32 അല്ലേ? ആറ് പേർക്കുള്ള സംവിധാനം ഉണ്ട്. 6 പേർക്ക്. ഫീസ് ഉണ്ട് 1000 രൂപയാണ്. അപ്പൊ ഞങ്ങൾ 4 ആള് കയറാൻ പോവാണ്. അപ്പൊ അതിന്റെ ജാക്കറ്റ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മലപ്പുറം കുഞ്ഞാപ്പൂ ജാക്കറ്റ് ഇട്ടു. കുഞ്ഞാപ്പൂ മലപ്പുറം കുഞ്ഞാപ്പൂണ്. കയറാം. അപ്പൊ ഓക്കെ, സെറ്റ്. നിങ്ങൾ പോയി വരാം. പൊളിക്കും. ഇല്ലല്ലോ തീർത്തോ. ഇതിനെ വെക്കണം. ഇതെന്തോ നോക്കണം. മുട്ടോ. അപ്പൊ ഓക്കെ.